നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വ്യത്യസ്തമായ ഹോം കെയർ അനുഭവങ്ങളുമായി തിരുവല്ല സെന്റർ. തന്റെ സഹോദരന് സുഖമില്ലെന്നും പാലിയേറ്റീവ് പരിചരണം വേണമെന്നും ആവശ്യപ്പെട്ട് സഹോദരി അറിയിച്ചതിനെ തുടർന്നാണ് ആൽഫ തിരുവല്ല സെന്ററിലെ സിസ്റ്റർമാരായ പ്രിയങ്കയും ശ്രുതിയും ഡ്രൈവർ അനിൽകുമാറും അടങ്ങുന്ന സംഘം ആ വീട്ടിലെത്തിയത്. വേണ്ട, എന്തു പറ്റി പറഞ്ഞോ, എഴുന്നേക്കാൻ വയ്യേ? വേണ്ട വേണ്ട, കിടന്നോളെ. ഭാര്യയും 2 മക്കളും ഉണ്ടെങ്കിലും ഒറ്റപ്പെട്ടാണ് അദ്ദേഹം ജീവിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. വീട് അകത്തുനിന്നും പൂട്ടിയിരിക്കുകയായിരുന്നു. വിളിച്ചിട്ടും വാതിൽ തുറക്കുന്നില്ലെങ്കിലും ഉള്ളിൽ ശബ്ദം കേൾക്കാമായിരുന്നു. ജനൽപ്പാളിയിലൂടെ അകത്തേക്ക് നോക്കിയപ്പോൾ ഒരാൾ അവശനിലയിൽ നിലത്തു വീണു കിടക്കുന്നതും ശബ്ദമുണ്ടാക്കുന്നതും കാണാമായിരുന്നു. ഉടൻ സമീപവാസികളുടെ സഹായത്തോടെ മകനെ വിവരമറിയിച്ചെങ്കിലും തൃപ്തികരമായിരുന്നില്ല പ്രതികരണം. തുടർന്ന് സൈബർ സെല്ലിലും ഫയർഫോഴ്സിലും വിവരമറിയിച്ചു. ഫയർഫോഴ്സ് ടീം എത്തി കതകു തുറന്ന് പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആ മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാനായില്ല. അസാധാരണ ഇടപെടൽ നടത്തുന്നതിൽ വിജയിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ലല്ലോ എന്ന സങ്കടം ഹോം കെയർ ടീമിനുണ്ട്. ആൽഫ നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾ പഠിച്ച് വിലയിരുത്തുന്നതിനു വേണ്ടിയുള്ള ഇമ്പാക്ട് സ്റ്റഡി നടത്തുന്നതിന് ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സോഷ്യൽ ഓഡിറ്റ് സ്ഥാപനം സാൻ ഇന്ത്യ. ഇക്കാര്യത്തിനായി സ്ഥാപനത്തിന്റെ ഡയറക്ടർമാരായ ലത സുരേഷ്, മേരി ബാനു, സോഷ്യൽ ഓഡിറ്റർ നീത നായർ എന്നിവർ ഇന്നലെ ആൽഫ തറവാട്ടിൽ ചെയർമാനും മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ജോസ് ബാബു, കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ എന്നിവരുമായി ചർച്ച നടത്തി. ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ സെന്ററുകൾ സന്ദർശിച്ച് സംഘം ഹോം കെയർ ഉൾപ്പെടെ ആൽഫ നൽകുന്ന സേവനങ്ങൾ പഠിക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ നീത നായർ ആൽഫയുടെ വിവിധ സെന്ററുകൾ സന്ദർശിച്ച് ആവശ്യമായ വിവരങ്ങൾ തേടും. കോട്ടയം ചെർപ്പുങ്കൽ ഹോളി ക്രോസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പാലിയേറ്റീവ് കെയർ ബോധവൽക്കരണ ക്ലാസും ആരുഷ് ക്ലബ് ഉദ്ഘാടനവും നടത്തി. ഹെഡ് മാസ്റ്റർ ജോജി ഉദ്ഘാടനം നിർവഹിച്ചു. കമ്മ്യൂണിറ്റി വെൽഫെയർ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ എൽദോസ് കെ തങ്കച്ചൻ, കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർ അശ്വിൻ ചിറയിൽ എന്നിവർ ക്ലാസ് നയിച്ചു. കമ്മ്യൂണിറ്റി വെൽഫെയർ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ അനിൽ മോഹൻ നേതൃത്വം നൽകി. ക്ലബ് കോർഡിനേറ്റർ അനീഷ് നന്ദി പറഞ്ഞു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.